ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട്, സർ നമുക്ക് മറ്റുള്ള വ്യക്തികളെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ, നിയന്ത്രിക്കാൻ പറ്റുമോ നമ്മുടെ ചിന്തകൾ ഉപയോഗിച്ചുകൊണ്ട് എന്നൊക്കെ. പല പുസ്തകങ്ങളും വായിച്ചിട്ട് ചോദിക്കുന്നതാണ്, അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ കണ്ട് ലോ ഓഫ് അട്രാക്ഷനെയൊക്കെ കുറിച്ചൊക്കെ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന ഒരു ചോദ്യമാണിത്. പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ പോസിബിൾ ആണ്. എത്രത്തോളം നിങ്ങൾ സ്ട്രോങ് ആണ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് മുതൽ ഞാൻ പറയാം. അത് പറയുന്ന സമയത്ത് വീഡിയോ പൂർണ്ണമായിട്ടും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആരെയും നിങ്ങൾക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റും. അതും നിങ്ങളുടെ ചിന്തയുടെ പവർ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ പല ആളുകളും എന്നോട് പറയാറുണ്ട്, സർ ഞാൻ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന വ്യക്തി എന്നെ കൂടുതൽ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ എന്നോട് നല്ല രീതിയിൽ പെരുമാറാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്ക് ഉപയോഗിക്കാവുന്നതാണ്. പെട്ടെന്ന് നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ഒന്ന് പറയാം. അപ്പോഴാണ് ഇത് കുറച്ചുകൂടി കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുക. ഇപ്പോൾ ഞാൻ ഇന്ന് ഈ ഷർട്ട് ധരിച്ചിട്ടുണ്ട്. നിങ്ങളാണെങ്കിൽ എന്തെങ്കിലും ഒരു വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടത് എന്തുകൊണ്ടാണ്? ഇന്ന് രാവിലെ ഞാൻ ചിന്തിച്ചു, ഒരു ഡ്രസ്സ് ഇടണം, ഒരു തോട്ടാണത് അല്ലേ, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഡ്രസ്സ് ഇടണം എന്നുള്ളത്. ഏത് ഡ്രസ്സ് ഇടണം എന്നുള്ളത് ഞാൻ പിന്നീട് ഒരു ഡിസിഷൻ എടുത്തു, ഇന്ന ഡ്രസ്സ് ഇടാം എന്നുള്ളത്. അപ്പോൾ തോട്ട് വന്നു, അവിടെ ഒരു ഡിസിഷൻ വന്നു, അതിനുശേഷം ഞാനത് എടുത്ത് ഇട്ടു. അപ്പോൾ ആക്ഷൻ കൂടി വന്നു. അപ്പോൾ ഈ തോട്ട്, ഡിസിഷൻ, ആക്ഷൻ, ഈ 3 പ്രോസസ്സുകളും നടക്കുമ്പോഴാണ് ആക്ച്വലി ഒരു മാനിഫെസ്റ്റേഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്? ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നമ്മളോട് പെരുമാറുന്ന രീതിയാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആരുടെ തോട്ട് മാറണം? ആ വ്യക്തിയുടെ തോട്ടിൽ ആദ്യം മാറ്റം വരുത്തണം. അതുപോലെ തന്നെ ആ വ്യക്തിയുടെ എങ്ങനെ പെരുമാറണം എന്നുള്ള ഡിസിഷനിൽ മാറ്റം വരുത്തണം. അപ്പോൾ ആ വ്യക്തി നിങ്ങളോട് പെരുമാറുന്ന ആക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രവൃത്തിയിൽ മാറ്റം വരും. അപ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ തോട്ട്, ഡിസിഷൻ, ഇതിൽ വ്യത്യാസം വരുത്താൻ നമുക്ക് സാധിച്ചാൽ അതെങ്ങനെ നമുക്ക് പോസിബിൾ ആവുക? കുറച്ച് കാര്യങ്ങൾ ഫിസിക്കലി നമ്മൾ ചെയ്യേണ്ടതുണ്ട്, അല്ലാതെ നമ്മൾ എനർജി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ തോട്ട് പ്രോസസ്സിൽ മാറ്റങ്ങൾ വരുത്തണം. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാം. അപ്പോൾ നമ്മൾ അവരെ കൊണ്ട് ആ രീതിയിൽ ചിന്തിപ്പിക്കണം, ഡിസിഷനിൽ ചേഞ്ച് വരുത്തണം. അതിന് നമ്മുടെ പവർഫുൾ ആയിട്ടുള്ള തോട്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം എന്നുള്ളതാണ്. നമ്മുടെ തോട്ട് സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ അതെങ്ങനെയൊക്കെ എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയാം. ആ തോട്ട്സ്, ഡിസിഷൻസ്, ഫീലിങ്സ്, നിങ്ങളോടുള്ള പെരുമാറ്റം, ഇതിലൊക്കെ മാറ്റം വരാൻ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യം നമ്മൾ മാറ്റം വരുത്തേണ്ടത് നമ്മുടെ തന്നെ ചിന്താഗതിയിലാണ്. കാരണം നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ തോട്ടായിട്ട് വരുന്നത്. കാരണം അത്രയും കണക്ഷൻസ് ഉണ്ട് നമ്മൾ തമ്മിൽ. കാരണം നമ്മുടെ ഉള്ളിൽ എന്താ എനർജിയാണോ ഉള്ളത് അത് തന്നെയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ശരീരത്തിനുള്ളിലുള്ളത്. കാരണം നമ്മൾ നമ്മുടെ ബോഡിയല്ല, നമ്മൾ നമ്മുടെ വ്യക്തിത്വമല്ല, ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയേ ഇല്ല. നമ്മുടെ ശരീരത്തിനുള്ളിൽ ഒരു എനർജി ഉണ്ട്. ആ എനർജി ഉള്ളത് കൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് നിങ്ങളുടെ കണ്ണുകളിലൂടെ കാണുന്നത്. സോ ഇതേ എനർജി തന്നെയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിലും ഉള്ളത്. അപ്പോൾ ഞാൻ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ തോട്ട് പ്രോസസ്സിലും നടക്കുക. അപ്പം അങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് നമുക്കത് സബ് കോൺഷ്യസ്ലി ആ ഒരു തോട്ട് വേണം, കോൺഷ്യസ് ആയിട്ടല്ല വേണ്ടത്. ഇപ്പോൾ ആ വ്യക്തി നിങ്ങളോട് ഓരോ രീതിയിൽ പെരുമാറുമ്പോഴും അത്തരത്തിൽ ചിലപ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ള തോട്ട് നിങ്ങളുടെ മൈൻഡിൽ കിടപ്പുണ്ടായിരിക്കാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ വ്യക്തിക്ക് എന്നെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ആ വ്യക്തി എന്നോട് ദേഷ്യപ്പെട്ടിട്ടാണ് പെരുമാറുന്നത് എന്നുള്ള രീതിയിലൊക്കെ. അപ്പം അതിനെ മാറ്റം വരുത്തുക, അതിനെ പോസിറ്റീവായിട്ടുള്ള രൂപത്തിലോട്ട് മാറ്റി നിങ്ങൾ അഫേം ചെയ്യുന്നത് വഴി, നിരന്തരം പറയുന്നത് വഴി, അത് 1-2 ദിവസമല്ല,
അതൊരു കോൺഷ്യസ് തോട്ടായിരിക്കും നിങ്ങൾ 1-2 ദിവസം ചെയ്യുമ്പോൾ. അതിനെ സബ് കോൺഷ്യസ്ലി നിങ്ങൾക്ക് എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ അതിൻ്റെ ഒരു ചേഞ്ച് വരും. ആ വ്യക്തിയുടെ തോട്ട് പ്രോസസ്സിൽ മാറ്റങ്ങൾ വരും. അങ്ങനെ മാറ്റങ്ങൾ വരുമ്പോൾ ആ വ്യക്തിയുടെ ഡിസിഷൻസിൽ മാറ്റങ്ങൾ വരും. അപ്പോൾ നിങ്ങളോടുള്ള പെരുമാറ്റ രീതിയിൽ വലിയ രീതിയിൽ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഇത് സ്പിരിച്വലി ഉള്ള ഒരു ടെക്നിക്കാണ്. ഒരു തോട്ട് പ്രോസസ്സ് എങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ തോട്ട് പ്രോസസ്സാണ് ആദ്യം നമ്മൾ മാറ്റേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർക്ക് എന്താണോ വേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലൊക്കെ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്നേഹം ആവശ്യമുണ്ടാവും, കെയർ ആവശ്യമുണ്ടാവും, സപ്പോർട്ട് ആവശ്യമുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് നൽകാനായിട്ട് സാധിക്കണം. അപ്പോൾ നമ്മൾ സ്വയം ചോദിക്കുക, അവർക്ക് എന്താണ് ഫിസിക്കലി എന്നിൽ നിന്ന് വേണ്ടത്? സ്നേഹം, കെയർ, സപ്പോർട്ട് ഇതൊക്കെ ആവശ്യമുണ്ടാവും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് നമുക്ക് റിസീവ് ചെയ്യുക എന്നുള്ള ഒരു സീക്രട്ട് കൂടിയുണ്ട് ലോ ഓഫ് അട്രാക്ഷനിൽ. അതൊരു യൂണിവേഴ്സൽ ലോ ആണ്. അപ്പോൾ നമ്മൾ എന്താണ് കൊടുക്കുന്നത്, നമുക്ക് എന്താണോ വേണ്ടത്, ഓക്കെ, ആ വേണ്ട കാര്യം നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ അങ്ങോട്ട് സൗമ്യമായിട്ട് സംസാരിക്കുക, ഇങ്ങോട്ട് അങ്ങനെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ, ഇങ്ങോട്ട് ലവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. ഓക്കെ, അവർക്ക് വേണ്ടത് എന്താണ്, നിങ്ങൾക്ക് വേണ്ടത് എന്താണ്, അതിനെയൊക്കെ ഒരു കാൽക്കുലേഷൻസ് നിങ്ങൾ മനസ്സിൽ കണ്ട് ആ രീതിയിൽ അവരെ ഒന്ന് സ്നേഹിക്കുക, പ്രണയിക്കുക, ഫിസിക്കലി ഒക്കെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അടുത്തൊരു സീക്രട്ട് എന്ന് പറയുന്നത് ജോസഫ് മേർഫിയുടെ ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇത് ഞാൻ പറയുന്നതല്ല, ആ പുസ്തകം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. എനിക്ക് അതിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ എൻ്റെ ലൈഫിൽ ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ അതിൽ വിശ്വസിക്കുന്നു. നിങ്ങൾ ആ പുസ്തകം ജസ്റ്റ് വായിക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ജോസഫ് മേർഫി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് അത് മാക്സിമം ഫീലോട് കൂടിയിട്ട് വിഷ്വലൈസേഷൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, അഥവാ അതിങ്ങനെ മനസ്സിൽ ഇമാജിൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ റിയൽ ലൈഫിൽ സംഭവിക്കും. അത് നിങ്ങളുടെ വിധിയായിട്ട് മാറും എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ സീക്രട്ട് ഒന്ന് അപ്ലൈ ചെയ്യാം. അഥവാ രാത്രി എല്ലാ ദിവസവും കിടക്കാൻ സമയത്ത് കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കാണുക, എന്ത്, നിങ്ങൾ ആ വ്യക്തി നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്നു, നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, കെയർ ചെയ്യുന്നു. അതിൻ്റെ വിഷ്വൽസൊക്കെ ഒരു സിനിമ പോലെ ഇങ്ങനെ മനസ്സിൽ കാണുക കിടക്കാൻ സമയത്ത്. അത് മാക്സിമം ഇങ്ങനെ ഫീൽ ചെയ്യുക. അത് കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ആ പ്രോസസ്സ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ എന്താണോ വിഷ്വലായിട്ട് കണ്ടിട്ടുള്ളത് അത് നിങ്ങൾക്ക് റിയാലിറ്റിയിൽ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ വ്യക്തിയിൽ പതിയെ പതിയെ മാറ്റങ്ങൾ വന്നു തുടങ്ങും. ഓക്കെ, ആ വ്യക്തിയുടെ തോട്ട് പ്രോസസ്സിൽ മാറ്റങ്ങൾ വരും, ഡിസിഷൻസിൽ മാറ്റങ്ങൾ വരും, ആ വ്യക്തിയുടെ നിങ്ങളോടുള്ള പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ വരും. എപ്പോഴും നിങ്ങളത് ഓർത്താൽ മതി, തോട്ട്, ഡിസിഷൻ, ആക്ഷൻ. അപ്പോൾ ആ രീതിയിൽ വലിയൊരു മാറ്റം നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും പറഞ്ഞതെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ തോട്ടിൻ്റെ പവർ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് സ്പീഡപ്പായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ചില ആളുകൾക്ക് കുറച്ച് ഡിലേ ആവും, കാരണം പല കാര്യങ്ങളായിട്ട് നമ്മൾ തോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡൈവേർട്ടായിട്ട് പോകുന്നത് കൊണ്ടാണ്. നിങ്ങളോട് ഒരു കാര്യം കൂടിയും പറയാം, ലോ ഓഫ് അട്രാക്ഷനിൽ ഒരു സീക്രട്ട് ഉണ്ട്. നിങ്ങൾ എങ്ങോട്ടാണോ നിങ്ങളുടെ ശ്രദ്ധ പതിപ്പിക്കുന്നത്, നിങ്ങളുടെ തോട്ടിൻ്റെ അറ്റൻഷൻ എങ്ങോട്ടാണോ അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് സ്പീഡപ്പായിട്ട് മാനിഫെസ്റ്റ് ആവും. എന്നാൽ നമുക്ക് പല രീതിയിലോട്ട് ഡൈവേർട്ടായി പോകുന്നു, പല തോട്ടുകൾ വരുന്ന അതിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ചിലപ്പോൾ ഡിലേ ആവും. പക്ഷെ എന്നാലും നിരന്തരം നമ്മൾ കണ്ടിന്യൂസ്ലി അത് തിങ്ക് ചെയ്യുകയും വിഷ്വൽ ചെയ്യുകയും അഫേം ചെയ്യുകയും ചെയ്താൽ അത് സബ് കോൺഷ്യസ്ലി എത്തുമ്പോൾ അത് റിയാലിറ്റിയിൽ മാനിഫെസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് വിഷ്വലൈസേഷൻ ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് അഫർമേഷൻസ് ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളെ മാക്സിമം എന്ത് ചെയ്യുക, സ്ട്രോങ് ആക്കി കൊണ്ടുവരിക, നിങ്ങളുടെ ആ തോട്ടിനെ പവർഫുൾ ആക്കുക എന്നുള്ളതും ഞാൻ സൂചിപ്പിച്ചു. തീർച്ചയായിട്ടും നിങ്ങളുടെ തോട്ട് പ്രോസസ്സിൽ വലിയ മാറ്റം വരുത്തുന്നതിലൂടെ നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികളിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കും, അവരെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. സോ പ്രാക്ടീസ് ഇറ്റ് ആൻഡ് അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് തന്നെയാണ് കിട്ടുക. ആരും ഒരു മോശമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട്, ഒരാളെ ബാഡായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും
ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെ ബാഡായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവ് കർമ്മ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഉദ്ദേശമാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഇൻറ്റൻഷനോട് കൂടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം. തീർച്ചയായിട്ടും അതുകൊണ്ട് ദോഷങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിച്ച് അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു, അഫർമേഷൻ ആണെങ്കിലും വിഷ്വലൈസേഷൻ ആണെങ്കിലും ഒരു ദിവസമോ 2 ദിവസമോ ചെയ്തിട്ട് കാര്യമില്ല, കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അപ്പോഴാണ് അതിൻ്റെ എക്സാക്റ്റ് റിസൾട്ട് കിട്ടുക. എന്നിട്ടൊരു ആഫ്റ്റർ 1 മന്തിന് ശേഷം ഈ വീഡിയോക്ക് താഴെ വന്നിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ റിസൾട്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. ഇതുപോലെ പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം. ഒരുപാട് കാര്യങ്ങൾ ലോ ഓഫ് അട്രാക്ഷനുമായി റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. തുടർന്നുള്ള വീഡിയോസിൽ കാണാം. താങ്ക് യു. നമസ്തേ.